ഇവിടെ പ്രേക്ഷകർ ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ്. മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാ കാണ്ഡം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുണ്ട്. സംവിധായകൻ ജയരാജ് ചെയർമാനായ 11-അംഗ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഇത്തവണ ചിത്രങ്ങൾ വിലയിരുത്തിയത്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പരിഗണിക്കുന്നത്. ഗൗതം അമ്രകുഞ്ചം വിവരങ്ങളുമായി ചേർന്നു. ഗൗതമി, ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് ഈ പ്രധാനപ്പെട്ട 3 സിനിമ. അതും 3ഉം വമ്പൻ കിടിലം സിനിമകൾ. ആ 3എണ്ണവും പരിഗണനയിലുണ്ട്. അപ്പം മുൻതൂക്കവോ പ്രതീക്ഷ കൂടുതലോ ഒക്കെ ഏതിനെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുമോ? ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷയും ആരാധകർ കാത്തിരിക്കുന്നതുമായിട്ടുള്ള പ്രഖ്യാപനം ഈ മികച്ച നടനുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനത്തിലാണ്. നമുക്കറിയാം ഭ്രമയുഗത്തിലെ പ്രകടനം അത് നേരത്തെ തന്നെ വലിയ തരത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരം ലഭിക്കുകയും വിമർശകർ തന്നെ വലിയ നിരൂപക പ്രശംസയ്ക്ക് നൽകുകയും ചെയ്തൊരു കഥാപാത്രമാണ്. കഴിഞ്ഞ തവണ മികച്ച സഹനടിക്കുള്ള അവാർഡുകൾ ഉൾപ്പെടെ വിവിധ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മലയാളത്തിലേക്ക് വന്നിരുന്നു. വിജയരാഘവനും ഉർവശിയും ഒക്കെ പുരസ്കാരത്തിന് അർഹരായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ അവാർഡ് പ്രഖ്യാപനത്തിൽ മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മികച്ച നടൻ എന്നൊക്കെയുള്ള തരത്തിലേക്കുള്ള പ്രകടനത്തിൽ എത്തിപ്പെടാൻ കഴിയുമോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ഭ്രമയുഗത്തിലെ പ്രകടനം തന്നെയാണ്. രണ്ട്, നിലവിലൊരു മലയാളി കൂടിയായിട്ടുള്ള ആളാണ് ജൂറി ചെയർമാനായിരിക്കുന്നത്. അപ്പോൾ മലയാള ചിത്രങ്ങൾക്ക് സാധാരണ നേരിടുന്ന അവഗണന നേരിടാറുണ്ടെന്ന് പറയുന്ന വിമർശനം ഇത്തവണ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരിഗണിക്കപ്പെടാനുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ പതിവിലുള്ള ഈ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മലയാളത്തിന് കുറച്ചുകൂടി പ്രതീക്ഷിക്കാനുള്ളൊരു വകയുണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും ആകാംക്ഷയുള്ളത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 11-അംഗ ജൂറി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുകയും മികച്ച സിനിമാ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. എന്തായാലും ഇത്തവണ മലയാളത്തിൽ നിന്നും ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇതിൽ മാറ്റുരയ്ക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് കിഷ്കിന്ധാ കാണ്ഡം പോലെ ബാഹുൽ രമേശ് എന്ന് പറയുന്ന നവാഗതനായിട്ടുള്ള, അല്ലെങ്കിൽ താരതമ്യേന നവാഗതനായിട്ടുള്ള ഒരു രചയിതാവ്, ദിൽജിത്ത് അയ്യത്താൻ്റെ സംവിധാനം. അപ്പോൾ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾക്ക് ഈ ജൂറി പരിഗണന നൽകുമോ എന്ന് സംബന്ധിച്ചാണ് മറ്റൊരു ആകാംക്ഷയുള്ളത്. എന്തായാലും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും. സേതു, ഓക്കെ, അത് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ആരായിരിക്കും, എന്തിനായിരിക്കും എന്നുള്ളത് കാത്തിരിക്കാം. വൈകുന്നേരമാണ് ഈ പ്രഖ്യാപനം വരുന്നത്.